ചാറ് വയ്ക്കാതെ. ആഹാ, നല്ല ചാറല്ല, അടിപൊളി ചാറ്. ചാറല്ല അടിപൊളി. ഇതേണ്ട ഫ്രഷ് മീനാ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാറുണ്ട് കേട്ടാ. നല്ല ഫുഡുകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ മനസ്സിനൊരു സന്തോഷം. ടീമേ, എല്ലാവർക്കും നമസ്കാരം. മുല്ലപ്പന്തലിൽ വന്നേക്കണേ കേട്ടാ. കള്ളു കുടിക്കാനല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തലക്കറി ഇരുന്ന ഒരു കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പ് മാത്രമല്ല, ഫാമിലി ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്ന ജിബിനായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ജിബിന് ഞാനും കൂടി വീഡിയോയിലൊക്കെ കുറവായിക്കോളൂ, കാരണം മിക്ക വീഡിയോയും ജിബിനാണ് പിടിക്കുന്നത്. പിന്നെ അജയ് വന്നിട്ടുണ്ട്, അജയുടെ സ്കൂൾ കൂട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ കള്ളു കുടിക്കാൻ വന്നേക്കണല്ല, ഒരു അടിപൊളി തലക്കറി വീഡിയോ കാണിക്കാൻ വേണ്ടി വന്നേക്കണേണ്. അപ്പോൾ മുല്ലപ്പന്തൽ ഷാപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, കള്ളു മാത്രമല്ല അടിപൊളി ഫുഡും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് തലക്കറി ഒന്ന് പരിചയപ്പെട്ടാലോ? എന്താ പറയാനുള്ള? മുല്ലപ്പന്തലില് കുറെ കാര്യം വന്നിട്ടുണ്ട്. എന്നാലും ചേട്ടൻ്റെ കൂടെ വരുമ്പോൾ അതൊരു വേറെ ഇതല്ലേ. ഹലോ ഹലോ ചേട്ടാ, എന്താ ഉള്ളത്? തല എന്തിന്റെ തലയുള്ള? തല മറ്റ വലുതുണ്ടാവോ? എല്ലാവരും നോക്കിയെടുക്കാം. എന്തായാലും അവിടെ ഇരിക്കാം അല്ലേ? സാധനം വന്ന് ഒറ്റയുടെ തല, ഞങ്ങൾ രണ്ടുപേരും ഉള്ള കാരണം അധികം കഴിക്കാൻ പറ്റില്ല. 5-6 പേരെ കൂടി വന്നു കഴിഞ്ഞാൽ വലിയ കട തലയൊക്കെ ഉണ്ട് കേട്ടാ, ഭീകര തലയൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് കപ്പ, പിന്നെ പുട്ട്, പിന്നെ ചമ്മന്തി, പിന്നെ ഉണക്കക്കൊഴുവ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ നത്തോലിയ. അപ്പൊ നമ്മള് കഴിച്ചു തുടങ്ങാം അല്ലേ? പുട്ടിൽ തുടങ്ങാം. നല്ല അടിപൊളി ചെമ്പാ പുട്ട. പിന്നെ നമ്മുടെ തലക്കറി നമുക്ക് ചാറ് വയ്ക്കാതെ. ആഹാ, നല്ല ചാറല്ല, അടിപൊളി ചാറ്. ചാറല്ല അടിപൊളി. ഇതേണ്ട ഫ്രഷ് മീനാ. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാറുണ്ട് കേട്ടാ. നല്ല ഫുഡുകൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ മനസ്സിനൊരു സന്തോഷം. ഇതുണ്ട് തലക്കറി നമ്മൾ എടുക്കാൻ വേണ്ടി പോണേ. ഇതുണ്ട കൈ കൊണ്ട് തന്നെ എടുക്കാം. വേണ്ട പയ്യെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കാം. ഞാനും എടുക്കാൻ വേണ്ടി പോണേ. നല്ല കഴമ്പാണ്ടല്ലേ. ഞാനിപ്പോൾ ഇത്തിരി ചാറിൽ മുക്കും. വേണ്ട വെക്കുക, പുട്ടങ്ങൾ പൊടിക്കുക. അടിപൊളി അടിപൊളി എന്ന് പറയേണ്ട ആവശ്യമില്ല. കഴിച്ചു ഞാൻ കഴിച്ചു. എന്താ എങ്ങനെയുണ്ട്? പൊളി സാധനം. കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം എനിക്ക്. പിന്നെ എന്താണ് വിശേഷം? എന്താ നല്ല തന്നെ. വിഷുവൊക്കെ ആയിട്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഇനിയിപ്പോ ഈ നൊയമ്പിന്റെ ഒരു ചെറിയ കുറവുണ്ടാ. അത് കഴിഞ്ഞ് ഇപ്പൊ നൊയമ്പ് ആയി മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷുവിന്റെ കച്ചവടവും വെക്കേഷൻ. ഇപ്പൊ എന്താണ് ചേട്ടാ ഇവിടുത്തെ ഇപ്പൊ എന്താണ് സീസൺ? എന്താണ് നമ്മുടെ സ്പെഷ്യൽസ്? ഇന്നിപ്പോ നമുക്ക് ഇപ്പൊ തലക്കറി എടുത്തല്ലോ, അതല്ലാതെ പിന്നെ കരിമീൻ വാഴയിൽ പൊള്ളിച്ചത്, ഫ്രൈ, പിന്നെ ചെമ്മീൻ ഉളത്തിയത്, ഞണ്ട്, താറാവ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ ഫാമിലിയൊക്കെ വിശ്വസിച്ച് വരാൻ പറ്റിയ ധൈര്യമുണ്ട് അല്ലേ? പിന്നെന്താ, ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേര് വരാറുണ്ട്. ടിവിയുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് ചേട്ടാ, നമ്മൾ മണിച്ചേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മണിച്ചേട്ടൻ ഞങ്ങളെ അഭിയായിരുന്നു. ഇവിടെ അത്യാവശ്യം നമ്മൾ എറണാകുളത്ത് കലാഭവൻ മണിച്ചേട്ടനെ കുറിച്ചാണ് പറയുന്നത്. എറണാകുളത്ത് അത്യാവശ്യം എവിടെ വർക്കുണ്ടെങ്കിലും പുള്ളി അത്യാവശ്യം നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആവശ്യത്തിനൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മളെ വിളിച്ച് പറയും. നമ്മളിവിടുന്ന് കൂട്ടുകാരന്മാരാരെങ്കിലും വണ്ടിക്ക് അല്ലെങ്കിൽ വേറെ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിട്ടാണെങ്കിൽ നമ്മളെ സെറ്റ് കൊണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ മുല്ലപ്പന്തലിൽ കഴിക്കാനായിട്ട്? മനുഷ്യൻ മീൻകറി കഴിക്കും, താറാവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതെ അതെ അതെ. കരിമീൻ ഫ്രൈയും കരിമീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടവും. ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. നമ്മൾ സിനിമയുടെ സെറ്റിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളി പറയണനുസരിച്ച് നമ്മൾ സാധനങ്ങൾ എത്തിക്കാറുണ്ട്. ഇവിടുന്ന് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് വായിൽ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ കൊല്ലത്തിൽ 5-6 തവണയൊക്കെ ഞാൻ വരുന്നത്, പക്ഷെ ആ ടേസ്റ്റ് എപ്പോഴും മനസ്സിലും ഉണ്ടാവും,
നമുക്കൊരു അതെ 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 അല്ല, ഇവിടെ വന്ന് അത്യാവശ്യം കഴിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത്യാവശ്യം നമ്മുടെ അടുത്ത് തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത നമ്പറിൽ വിളിച്ചിട്ടൊക്കെ തന്നെ. ഇപ്പൊ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ രണ്ടുപേരായിട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ. കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി. അല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത തലയുടെ പകുതിയേ ഉള്ളൂ. പകുതിയേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വേസ്റ്റ്. അതെ അതെ, ഞാൻ വേസ്റ്റ് ആക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴും പിടിക്കാൻ തുടങ്ങിയിട്ടുള്ളതല്ല. ഇനി കപ്പയുണ്ട്, ഇതുണ്ട്. പിന്നെ അല്ലാത്ത നമുക്ക് മുടക്കുണ്ടോ ഇവിടെ? മുടക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ സാധാരണ ഈ ലിക്കർ ഷോപ്പുകൾക്കും ബാറിനെന്നുള്ള പോലെ 1-ാം തീയതികളൊന്നും നമുക്ക് അവധിയില്ല. നമുക്ക് ശ്രീനാരായണ ഗുരു ജയന്തി, സമാധി, അങ്ങനെയുള്ള നിസ്സാരം, ദുഃഖവെള്ളി, അങ്ങനെയുള്ള നിസ്സാരം കുറച്ച് അവധികൾ മാത്രമേ ഉള്ളൂ. 7-8 അവധികൾ. എത്ര മണിക്കൊക്കെയാണ് തുറക്കണേ തുടക്കണേ? നമുക്ക് ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തുറ റേഞ്ചിൽ കീഴിലുള്ള ഷോപ്പുകളാണ് ഇതൊക്കെ. അതൊക്കെ നമുക്ക് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ. 8 മണി വരെ. ആ, അടിപൊളി. അതെ അതെ. ബാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ 9 മണി ഒക്കെ. ഇതാരാണ് കുക്ക് ചെയ്യണത് ഇവിടെ? അടുക്കളയിൽ നമ്മൾ ചേച്ചിമാര്. ആ, പിന്നെ എല്ലാം ചേച്ചിമാര്. നമ്മൾ വിറയിലാണ് ഇത് ചെയ്യുന്നത്. അതിന്റെയൊക്കെ ഒരു ഗുണമുണ്ട് കറികൾക്ക്. എല്ലാരും പറയാറുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും മുല്ലപ്പന്തല് പോകണം. മുല്ലപ്പന്തൽ എറണാകുളത്താണ് ടീമേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല ഫുഡ്, നല്ല മീനൊക്കെ കഴിച്ച് നല്ല മനസ്സ് തന്നെ നിറഞ്ഞു. ഭക്ഷണം കഴിച്ചതിന്റെ ഫീല് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ. ഞാൻ കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അല്ല, നമുക്കതൊരു വിഷയം ഉണ്ടല്ലോ, പരസ്യം കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളിത് പറയുമ്പോൾ പറയാം, നമുക്ക് കള്ള് ഷാപ്പും കൂടിയാണ്. നമ്മൾ ഫുഡിനെ സെപ്പറേറ്റ് ലൈസൻസ് എടുത്തിട്ട് നമ്മൾ ഫുഡ് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടിപൊളി നല്ല കള്ളും കിട്ടൂട്ടാ. ഉള്ള കാര്യം പറയാനേ. അപ്പൊ ഈ ചേട്ടനാണ് നമ്മളുടെ മെയിൻ ആള്. ഓരോരുത്തർക്കും ഓരോ ടീമുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് വന്നത്. നേരത്തെ മുതലുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. ഞാൻ തലേദിവസം വിളിച്ചു, ചേട്ടാ നാളെ വരുന്നുണ്ട്, എനിക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്ന്. അപ്പൊ അടിപൊളി ചേട്ടാ. ഞാൻ കഴിക്കാം. അപ്പൊ ഇപ്പൊ മനസ്സറിഞ്ഞു. ഒരു ബില്ലുണ്ട്, പോകുമ്പോ കാണാം. പോട്ടെ ചേട്ടാ. അപ്പൊ അടിപൊളി ഫുഡ് കഴിച്ച് മണം ഇപ്പോഴും മാറിയിട്ടില്ല. കുറെ സോപ്പിട്ട് കഴിയതാ. നല്ല തലക്കറിയൊക്കെ കഴിച്ചാൽ എത്ര സോപ്പിട്ട് കഴിയാലും മാറൂല. അപ്പൊ അങ്ങനെ അടുത്ത യാത്ര നമ്മൾക്കൊരു ചെറിയ പരിപാടിയുണ്ട് വൈകുന്നേരം. അങ്ങോട്ട് പോകണേണ്. ഉച്ചക്കാണ് വന്ന് കഴിച്ചത് കേട്ടാ. അടിപൊളിയാണ്. പോയാലോ? നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ടീമേ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ?